ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നലെ എക്സിറ്റ് പോൾ വന്നിരുന്നു. അതിൽ മുൻതൂക്കം BJP ഗവൺമെൻറ് തന്നെയാണെന്ന് പറഞ്ഞു. അതായത് ഒരു മെജോറിറ്റി ഗവൺമെൻറ് തന്നെ വീണ്ടും വരാനുള്ള സാധ്യതകളാണ് എല്ലാ എക്സിറ്റ് പോളിലും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ നല്ലൊരു മൊമെൻറ്റം സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് മെജോറിറ്റി ഗവൺമെൻറ് വരാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കാണാം. പിന്നെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവാം. എക്സിറ്റ് പോൾ പ്രകാരം ഒരു മെജോറിറ്റി ഗവൺമെൻറ് വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബെറ്റ് ചെയ്യുന്നത് ഒരു PSU സെക്ടർ തന്നെയാണ്. 2 years ബാക്ക് തന്നെ ഞാൻ പറയുന്നുണ്ട്, PSU സെക്ടർ അടിമുടി മാറിയിട്ടുണ്ട്. 5-6 years ബാക്ക് ആരും PSU കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. മൊമെൻറ്റം ഉണ്ടാവില്ല, സ്റ്റോക്കിൽ മൊമെൻറ്റം ഉണ്ടാവില്ല. കാരണം ഇക്വിറ്റി കൂടുതലായിരിക്കും, അതിൽ ബൈങ് വരുന്നില്ല. ആൾക്കാർക്ക് PSUവിനോടുള്ള വിശ്വാസം വളരെ കുറവായിരുന്നു. 2 കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു പിക്ചറേ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതൊരു കമ്പനിയിൽ ഏത് സെക്ടറിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ കാട്ടുന്ന ഇരട്ടി ലാഭം PSU സെക്ടറിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് RVNL അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്സ് ഹഡ്കോ ഒക്കെ തന്നെ ചെറിയ ഒരു റേറ്റിൽ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെൻറ്റിന് വേറൊരു കോൺസെപ്റ്റ്, എനിക്കിഷ്ടപ്പെട്ട കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സെക്ടറിലും, അത് ഏത് സെക്ടർ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഏത് സെക്ടറിലായിക്കോട്ടെ, അതിൽ തലപ്പത്ത് PSU കമ്പനീസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ബാങ്കിങ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അതിന് തലപ്പത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവണം. ഇൻഷുറൻസ് സെക്ടർ എടുക്കുകയാണെങ്കിൽ LIC ആയിരിക്കണം. സ്റ്റീൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ സെയിലും അതിൽ കമ്പനി ആയിരിക്കണം. സെയിൽ തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ്. 10 years ബാക്ക് നോക്കുകയാണെങ്കിൽ സെയിലിൻ്റെ നഷ്ടത്തിലുള്ളൊരു കമ്പനി സെയിൽ, അതിൻ്റെ പ്രൈസ് ഇടിഞ്ഞ് 6 രൂപ വരെ എത്തിയിരുന്നു. 10 രൂപ ഫേസ് വാല്യുള്ള ലോകത്തിലെ 3ാമത്തെ വലിയ ഒരു സ്റ്റീൽ കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കമ്പനി, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറക്കുന്നൊരു കമ്പനി 6 രൂപയിൽ കിടന്നിരുന്നു, നഷ്ടത്തിൽ കിടന്നിരുന്നു. ഇതിൽ ഏറ്റവും ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, സെയിലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാരണം എല്ലാ രാജ്യങ്ങളും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെയിൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടാക്കുന്ന സ്റ്റീൽ. അത് എക്സ്പോർട്ടിങ്ങൊക്കെ ലോസായി ഒരു ലെവൽ എത്തുന്ന വരാണെങ്കിൽ ഒരുപാട് അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റീൽ കമ്പനി പ്രൈവറ്റ് കമ്പനിക്കാർക്കൊക്കെ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുള്ള പരിപാടികളും കാരണമായതുകൊണ്ടാണ് ഈ ലെവലെത്തിയത്. അവിടെ നിന്ന് ഒരു 5-6 വർഷമായിട്ടേ ഉള്ളൂ സെയിലിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം വീണ്ടും അത് ലോകത്തിലെ 3ാമത്തെ വലിയൊരു സ്റ്റീൽ കമ്പനിയെ മാറിയിട്ടുണ്ട്. അത് 6 രൂപയിൽ നിന്ന് കയറി 160, 170, 180 ലെവൽ വരെ പോയി ഇപ്പോൾ കൺസോളിഡേഷൻ നിൽക്കുകയാണ്. ഞാനത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നെക്സ്റ്റ് ഞാൻ കാണുന്നൊരു സ്റ്റോക്ക് LIC ആണ്. തീർച്ചയായിട്ടും ഒരു മൾട്ടിബാഗർ റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ് LIC പറ്റിയിട്ട് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. 1024 ലെവലിൽ അതിനുശേഷം ഒരു 10% കയറി ഇൻവെസ്റ്റേഴ്സിനൊക്കെ 10% ലാഭം കിട്ടിയിട്ടുണ്ട്. വീണ്ടും അത് ഇറങ്ങിയൊരു കൺസോളിഡേഷൻ ഫേസിലുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ LIC പറ്റിയിട്ട് വീഡിയോ ഇട്ടത്. ഇപ്പോൾ മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾ വന്ന സമയത്ത് എക്സ്ട്രോർഡിനറി റിസൾട്ടാണ് അത് കാണിച്ചത്. 13,762 കോടി ക്വാർട്ടേർലി റിസൾട്ട്, മാർച്ച് ക്വാർട്ടർ റിസൾട്ടാണ് കാണിച്ചിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 9,445 crores ആയിരുന്നു. ഇതിനെല്ലാം പുറമെ റീസെൻ്റ്ലി ന്യൂസ് ഉണ്ട് LIC സംബന്ധിച്ചോളം. LICയിൽ കിടക്കുന്ന വളരെ സീക്രറ്റായി കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഇതുവരെ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു മോട്ടോർ ഇൻഷുറൻസ് കമ്പനിക്ക് ആ ഇൻഷുറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ റൂൾ പ്രകാരം, കോമ്പോസിറ്റ് ഇൻഷുറൻസ് റൂൾ പ്രകാരം ഒരു കമ്പനിക്ക് എല്ലാ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഭാഗമായിട്ട് LIC ഹെൽത്ത് ഇൻഷുറൻസിലേക്ക്, മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ റൂൾ കൊണ്ടുവന്ന ഏറ്റവും ഫേവറബിൾ കിട്ടാൻ പോകുന്ന കമ്പനി LIC തന്നെയാണ്. കാരണം LICക്ക് ഓൾറെഡി ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഒരു ഇനാച്ചിൻ ഇൻഷുറൻസിനോ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിനോ പെട്ടെന്നൊരു ലൈഫ് ഇൻഷുറൻസിലേക്ക് വേറെ ഇൻഷുറൻസിലേക്ക് കടക്കാൻ
സാങ്കേതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ടെക്നിക്കലി വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ LIC സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ജസ്റ്റ് ഈ ഒരു സംഭവം നിലവിൽ വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. LIC ഇപ്പം ലൈഫ് ഇൻഷുറൻസിൽ തന്നെ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ഈ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക്, മെഡിക്കൽ ഇൻഷുറൻസ് കടന്നാൽ കൂടുതൽ ജനങ്ങൾ പ്രിഫർ ചെയ്യുക LIC ആണ്. കാരണം വിശ്വസ്തത കാരണം എല്ലാവരും പ്രിഫർ ചെയ്യുക LIC ആയിരിക്കും. അങ്ങനെ ഒരു ലെവൽ വരികയാണെങ്കിൽ LIC 1000 രൂപ എന്നൊക്കെ 2000 3000 പോകാൻ സാധ്യതയുണ്ട്. അതിന് പുറമേ 10 രൂപ ഫേസ് വാല്യൂടെ കമ്പനിയാണ്. ഭാവിയിൽ അത് സ്പ്ലിറ്റ് ആയത് 2 രൂപ ഫേസ് വാല്യൂ, 1 രൂപ ഫേസ് വാല്യൂ, 1:1 ബോണസോ ഒക്കെ തരാൻ സാധ്യത കമ്പനി. ഹെവി ഡിവിഡൻഡും തരാനുള്ള കമ്പനിയാണ്. കാരണം പ്രൊമോട്ടേഴ്സ് ഗവൺമെൻറ് തന്നെയാണ്. 95% പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഗവൺമെൻറ്റിന് അടുത്താണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻകം എന്ന് പറയുകയാണെങ്കിൽ PSU കമ്പനീസിന് കിട്ടുന്ന ഡിവിഡൻഡാണ്. അപ്പം മാക്സിമം ഡിവിഡൻഡ് അവർ ഡിക്ലെയർ ചെയ്യും. ഒരു പ്രൈവറ്റ് കമ്പനി കമ്പയർ ചെയ്യുമ്പം PSUs ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം hefty ഡിവിഡൻഡ് 20 rupees per share 30 rupees per share ഒക്കെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനി LIC. ഇത് മസ്റ്റ് ബൈ ആണ്. എല്ലാവരും പോർട്ട്ഫോളിയോയിലും വെക്കേണ്ട ഒരു സ്റ്റോക്കാണ് LIC. വിശ്വസിച്ച് വാങ്ങാം. ഈ LIC എന്ന കമ്പനി അറിയാത്ത ആരും തന്നെ ഇന്ത്യയിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോഴത്തെ പ്രൈസ് 1014 രൂപയാണ്. 1600 ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് LIC വാങ്ങാം. ടാർഗറ്റ് വെച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇയർ ഹൈ 1175 ഇയർ ഹൈയിൽ പോയാൽ തന്നെ 10% എളുപ്പത്തിൽ കിട്ടും. അത് ഈ തിങ്കൾ മുതലുള്ള ചിലപ്പോൾ വ്യാഴാഴ്ച ഉള്ളിൽ തന്നെ 10% കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. P റേഷ്യോ ഇൻഡസ്ട്രിയൽ P നെക്കാളും താഴെയാണ്. EPS 64 രൂപയുണ്ട്. ബുക്ക് വാല്യൂ 130 രൂപയുണ്ട്. ഇതിനൊക്കെ പുറമെ FIS ലാസ്റ്റ് ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് 0.06 0.14 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ അവർ 0.1 ഉള്ളത് 0.01 ഉള്ളത് 0.06 കൂട്ടിയിരുന്നു. ഈ മാർച്ചിനും അവർ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് സ്റ്റേക്ക്. പിന്നെ IPO പ്രൈസ് 949 rupees 949 rupees IPO പ്രൈസ് വാങ്ങിയ സ്റ്റോക്ക് താഴത്ത് 670 വരെ വന്നിരുന്നു. അതിൽ കുടുങ്ങി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും IPO പ്രൈസ് തന്നെയാണ് LIC കിടക്കുന്നത്. അതിൻ്റെ എല്ലാം വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം LICക്ക് ഒട്ടുമിക്ക എല്ലാ സൂപ്പർ കമ്പനീസിലും സ്റ്റേക്ക് ഉണ്ട്. 10% 8% അവർ സ്റ്റേക്ക് വേണം. അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് വിങ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കോടാനുകോടി ഉറുപ്പ്യ വിറ്റാൽ അവർക്ക് കിട്ടാനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നല്ല POC കമ്പനീസിനും LICക്ക് സ്റ്റേക്ക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു ഹിഡൻ ജെമ്മാണ് അത്. അതിൽ കിട്ടാവുന്ന ഇൻകം വളരെ കൂടുതലാണ്. അത്രയും ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് വരെ പല കമ്പനീസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തന്നെയാണ് എല്ലാം മെയിനായിട്ട് പറയാനുള്ള സംഗതികൾ. അപ്പോൾ LIC എന്ന കമ്പനി എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും മസ്റ്റായിട്ടും വാങ്ങേണ്ട ഒരു സ്റ്റോക്കാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് സ്വന്തം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസസ് ചോദിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.